ഹലോ, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. CBSE 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ചാപ്റ്ററിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. ബാക്കി ക്ലാസ്സുകളും കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ തുടക്കം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഈ മൂവ്മെൻറ്റ് ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്, എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ ടൗൺസിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ ഒരുപാട് മിഡിൽ ക്ലാസ് പാർട്ടിസിപ്പേഷൻ ഈ മൂവ്മെൻറ്റിന് ഉണ്ടായിരുന്നു. ആരാ ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് പണക്കാരും ഒരുപാട് പാവപ്പെട്ടവരും അല്ലാത്ത ആൾക്കാർ. ഇതിൻ്റെ രണ്ടിനെയും ഇടയിലുള്ള ആൾക്കാരാണ് എന്ത്? മിഡിൽ ക്ലാസ്. അവർക്ക് പുതുതായി വിദ്യാഭ്യാസമൊക്കെ കിട്ടി പുതിയ തരം ജോലികളൊക്കെ അവർ ചെയ്ത് പൈസയൊക്കെ കിട്ടി വരുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മിഡിൽ ക്ലാസ്. ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട സ്റ്റുഡൻസ് അവർ ഗവൺമെൻറ് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉപേക്ഷിച്ചു, പഠിത്തമൊക്കെ നിർത്തി. ഇനി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ജോലി ചെയ്തിരുന്ന അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരും ടീച്ചേഴ്സും ഹെഡ് മാസ്റ്റേഴ്സും ഒക്കെ ജോലി ഉപേക്ഷിച്ചു, ജോലി റിസൈൻ ചെയ്തു. പിന്നെ മുൻപ് തീരുമാനിച്ചതനുസരിച്ച് കൗൺസിൽ ഇലക്ഷൻസ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടാന്ന് വെച്ചു, അതിൽ മത്സരിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. പക്ഷേ നിങ്ങൾ ഓർക്കണം, മദ്രാസ് എന്ന് പറയുന്ന പ്രോവിൻസിൽ മാത്രം കൗൺസിൽ ഇലക്ഷനിൽ ഒരു പാർട്ടി പങ്കെടുത്തു. ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അവിടെ പങ്കെടുത്തു. അടുത്തതായി നമുക്ക് എക്കണോമിക് ഇമ്പാക്ട്സ് എക്കണോമിക് എഫക്ട്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നോക്കാം. ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇന്ത്യക്കാർ ഫോറിൻ ഗുഡ്സ്, അതായത് ഫോറിൻ തുണികളും മറ്റ് സാധനങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്തു, അത് ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതാണ് ഒന്നാമത്തെ എക്കണോമിക് ഇമ്പാക്റ്റ്. ഇനി ലിക്കർ ഷോപ്സ് വെയർ പിക്കറ്റഡ്. എന്താണ് ഈ പിക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു സ്ഥാപനത്തിലോട്ടോ മറ്റോ കയറാൻ സമ്മതിക്കാതെ കുറച്ച് ആൾക്കാർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നതിനെയാണ് പിക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ലിക്കർ ഷോപ്പിൽ ആൾക്കാരെ കയറ്റിയില്ല, ആൾക്കാരെ കയറാൻ സമ്മതിച്ചില്ല. അതാണ് ലിക്കർ ഷോപ്സ് വെയർ പിക്കറ്റഡ്. ഇനി ഫോറിൻ ക്ലോത്ത്സിൻ്റെ ഇമ്പോർട്ട് പകുതിയായിട്ട് കുറഞ്ഞു. 1921 22 ഇടയ്ക്ക് ഫോറിൻ ക്ലോത്ത്സിൻ്റെ ഇമ്പോർട്ട്, ഇറക്കുമതി പകുതിയായി കുറഞ്ഞു. അതായത് 1921 102 കോടിയായിരുന്നത് 1922 57 കോടിയായി. നമ്മൾ വിദേശ വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചല്ലോ, വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടി, ഇന്ത്യക്കാർ ടെക്സ്റ്റൈൽസ് പ്രൊഡക്ഷൻ തുടങ്ങി, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ പ്രൊഡക്ഷനും കൂടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യൻ സിറ്റീസിൽ, ഇന്ത്യൻ ടൗൺസിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അങ്ങ് സ്ലോ ഡൗൺ ആയി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇവർ സ്കൂളും കോളേജും ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യാൻ നേതാക്കന്മാർ പറഞ്ഞു, ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ പകരം പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇമ്പാക്റ്റ് കുറഞ്ഞു വന്നു. അടുത്തതായി ഗ്രാമപ്രദേശങ്ങളിൽ കർഷകർ എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ നോക്കിക്കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവധ് എന്ന് പറയുന്ന പ്രദേശത്തെ കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും. ഈ അവധ് എന്ന് പറയുന്നത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ, നോർത്തേൺ ഉത്തർപ്രദേശിൽ ൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ കർഷകരുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ബാബ രാമചന്ദ്ര. അവധിലെ കർഷകർ ഹൈ റേറ്റ് ഓഫ് റെൻറ്റ് കൊടുക്കണമായിരുന്നു. ബാബ രാമചന്ദ്രയും കൂട്ടരും ഇതിനെതിരെയൊക്കെ പ്രതിഷേധിച്ചിരുന്നു. ഇവർ നടത്തിയ മറ്റൊരു മൂവ്മെൻറ്റ് ബഗർ എന്ന് പറയുന്ന സിസ്റ്റത്തിനെതിരെയാണ്. എന്താണ് ഈ ബഗർ? ഈ ബഗർ സിസ്റ്റം അനുസരിച്ച് ഒരു കർഷകൻ ഒരു ലാൻഡ് ലോഡിൻ്റെ കീഴിൽ പണിയെടുക്കണം, ജോലി ചെയ്യണം, വർഷങ്ങളോളം പണിയെടുക്കണം, പക്ഷേ ഒരു പൈസ പോലും കൂലിയായി കൊടുക്കില്ല. ഇതാണ് ബഗർ സിസ്റ്റം. ഇതിനെതിരെയൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. അവർ ലാൻഡ് ലോഡ്സിനെതിരെ ധോബി ബന്ദ് പോലുള്ള പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. എന്താണ് ഈ ധോബി ബന്ദ്? ഈ ധോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുണിയൊക്കെ അലക്കുന്ന ആൾക്കാരാണ്. അവരും പിന്നെ ഈ ബാർബേഴ്സ് ഉണ്ടല്ലോ, അവരുമൊക്കെ ഈ ലാൻഡ് ലോഡ്സിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകത്തില്ല. അതാണ് ധോബി ബന്ദ്. ഇങ്ങനെയുള്ള സമരമാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. 1922 ഒക്ടോബറിൽ ജവഹർലാൽ നെഹ്റുവും ബാബ രാമചന്ദ്രയും ചേർന്ന് ഔദ് കിസാൻ സഭ രൂപീകരിച്ചു.
ഈ അവധ് തന്നെയാണ് കേട്ടോ ഔദ് എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഔദ് കിസാൻ സഭ 1920 ഒക്ടോബറിൽ. ഈ കർഷകരുടെ പ്രശ്നങ്ങളിൽ ജവഹർലാൽ നെഹ്റു ഒക്കെ എന്തുകൊണ്ടാണ് ഇടപെട്ടത്? തീർച്ചയായും ഈ കർഷകരുടെ മൂവ്മെൻറ്റും കൂടി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുവാനും അതൊരു നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ലെവലിലോട്ട് കൊണ്ടുപോകാനും കൂടിയായിരുന്നു. എന്നാൽ കോൺഗ്രസ് പൂർണ്ണമായും ഈ കർഷകരുടെ കാര്യത്തിൽ ഹാപ്പി ആയിരുന്നില്ല. കാരണം ചിലപ്പോഴൊക്കെ ഈ കർഷക മൂവ്മെൻറ്റ് ചില ഇടങ്ങളിൽ വയലൻ്റ് ഫോംസിലോട്ട് പോയിരുന്നു. അവർ താലൂക്ക് ദാസിൻ്റെയും മറ്റും വീടുകളൊക്കെ ആക്രമിച്ചു. മഹാത്മാഗാന്ധി നോൺ വയലൻസ് ആണ് പറഞ്ഞത്, പക്ഷേ ഇവർ വയലൻസിലോട്ട് പോയതുകൊണ്ട് കോൺഗ്രസ് വാസ് നോട്ട് ഹാപ്പി. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ആ കാലഘട്ടത്തിൽ പെസൻറ്റ് മൂവ്മെൻറ്റ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടന്നത്, ചില ട്രൈബൽ മൂവ്മെൻറ്റുകളും നടന്നു. ഗോത്ര ജനതയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ഇറങ്ങിത്തിരിച്ചു. അതിൽ ആന്ധ്രാപ്രദേശിലെ ഗൂഡൺ ഹിൽസിൽ പെട്ട ഗോത്ര വിഭാഗക്കാരുടെ ട്രൈബൽ പീപ്പിളിൻ്റെ കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അവരുടെ നേതാവായിരുന്നു അല്ലൂരി സീതാറാം രാജു. ഇദ്ദേഹം ഗാന്ധിജിയാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ട വ്യക്തിയാണ്. ഹി വാസ് ഇൻസ്പയർഡ് ബൈ മഹാത്മാഗാന്ധി. ഇനി അങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ട്രൈബൽ പീപ്പിളിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖാദിയൊക്കെ ധരിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല മദ്യപിക്കരുത്, മദ്യപിക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് അല്ലൂരി സീതാറാം രാജു. എന്നാൽ ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഗാന്ധിസം ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുരത്തുവാൻ വയലൻ്റായിട്ടുള്ള സമരമുറകൾ തന്നെ വേണമെന്ന് അല്ലൂരി സീതാറാം രാജു വിശ്വസിച്ചു. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ച് 1924 തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. അടുത്തതായി പ്ലാന്റേഷൻ വർക്കേഴ്സ് എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ നോക്കിക്കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇവിടെ പറയുന്നത് ആസാമിലെ പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ 1859 ഒരു നിയമമുണ്ടായിരുന്നു, ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് 1859. ഈ നിയമപ്രകാരം ഈ കർഷകർക്ക് പ്ലാന്റേഷൻ വർക്കേഴ്സിന് പ്ലാന്റേഷൻസിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ പ്ലാന്റേഷൻ ഓണറുടെ മുൻകൂട്ടിയുള്ള അനുമതി വേണമായിരുന്നു. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലൂടെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഈ പ്ലാന്റേഷൻ വർക്കേഴ്സ് വിശ്വസിക്കുകയും അവർ ഈ ആശയങ്ങളിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പറഞ്ഞ ആശയങ്ങളിലൊക്കെ ഇൻസ്പയർഡായിട്ട് പ്ലാന്റേഷനിൽ നിന്നൊക്കെ ഒളിച്ചോടി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. They, however, never reached their destination. Strained on the way by a railway and a steamer strike, they were caught up by the police and brutally beaten up. ഈ പെസൻസ് ആയാലും ട്രൈബൽസ് ആയാലും പ്ലാന്റേഷൻ വർക്കേഴ്സ് ആയാലും സ്വരാജ് അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ ഇതിൻ്റെയൊക്കെ ഐഡിയകൾ അവരവരുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തു. ചില പ്രദേശങ്ങളിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഒരു വയലൻ്റ് ഫോമിലോട്ട് പോവുകയും ചെയ്തു. അതിലേറ്റവും വലിയ വയലൻസ് നടന്നത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ ഈ മോബ് ജനക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഏകദേശം 23 പോലീസുകാരെ തീവച്ച് കൊല്ലുകയും ചെയ്തു. ഈ സംഭവം ഗാന്ധിജി അറിയുകയും അദ്ദേഹം വളരെയധികം ദുഃഖിക്കുകയും ചെയ്തു. താൻ ആവിഷ്കരിച്ച ഒരു മൂവ്മെൻറ്റ് വയലൻസിലോട്ട് പോകുന്നു എന്ന് കണ്ട് അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1922 കോൾഡ് ഓഫ് ചെയ്തു. ഈ അധ്യായത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.